പണ്ടത്തെ വീടുകൾക്കൊക്കെ ഈ തട്ടിനായിട്ട് കൊടുക്കുന്നത് വുഡായിരുന്നു. മരം ആയിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോ പിന്നീട് അതിന് ശേഷം മരം എന്നത് സാധനം ഒരു ട്രഡീഷണൽ ഐറ്റം മാത്രമായിട്ട് കൺസിഡർ ചെയ്തു തുടങ്ങി. ഇപ്പൊ അത് വീണ്ടും നമ്മളെ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർകേസ് വന്നപ്പോ വുഡിന്റെ എൻട്രി വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ വുഡ് നമുക്ക് ചെയ്യുമ്പോ സാധാരണ ഇപ്പൊ നമുക്കറിയാം നമ്മള് ഈ വുഡിന്റെ അലമാരകളും അതുപോലെ തന്നെ വുഡിന്റെ വാതിൽ കട്ടില, ജനൽ കട്ടില ഇതിനൊക്കെ വരുന്നൊരു പ്രശ്നങ്ങൾ ഒരുപാട് നമ്മള് കാണാറുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കണ്ടിട്ടുള്ളതാ. അത് കാരണമാണ് വുഡിന് പകരം കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീല് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലോട്ട് എത്തിത്തുടങ്ങി. പക്ഷെ നമ്മള് സ്റ്റെയർകേസിന് കൊടുക്കുന്ന മഹാഗണി വുഡുകൾ എന്ന് പറയുന്നത് നോർമലി ഏറ്റവും കുറഞ്ഞത് അതിന്റെ കനം എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് വേണം. രണ്ടാമത്തത് നമ്മൾ എടുക്കുന്ന വുഡുകള് ട്രീറ്റഡ് ആയിരിക്കും. അതായത് സീസണിങ് ചെയ്ത് കഴിഞ്ഞ വുഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സീസണിങ് കഴിഞ്ഞ് ചെയ്ത വുഡ് വെക്കുമ്പോൾ ഇതിന് വരുന്ന ഈ ഉറക്കത്തം കൂട്ടുന്ന പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ വരാറുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യില്ല അതിന് ചെറിയ കാലതാമസത്തിനുള്ളിൽ വരില്ല. അതായത് ഒരുപാട് വർഷങ്ങൾ ഇതിനെന്ത് ചെയ്യും നിലനിൽപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർകേസിൽ എപ്പോഴും ഈ ട്രീറ്റഡ് വുഡ് അല്ലെങ്കിൽ സീസണിങ് വുഡ് കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ള കാരണം. ഈ സീസണിങ് ചെയ്ത വുഡാണ് നോർമലി നമുക്ക് ചീർന്നെടുക്കുന്ന വുഡിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലതും കൂടുതൽ കാലം സേഫ് ആയിട്ട് നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്.